മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 14/10/2009 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മകമാണ് നക്ഷത്രം, മകം 1-ാം പാദം. തുലാ ലഗ്നം, 2 ശൂന്യം, 3-ൽ ഗുളികൻ, 4-ൽ വ്യാഴം രാഹു, 5, 6, 7, 8, 9 ഭാവങ്ങൾ ശൂന്യം, 10-ൽ കുജൻ കേതു, 11-ൽ ചന്ദ്രൻ, 12-ൽ സൂര്യൻ ബുധൻ ശുക്രൻ ശനി. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. കൊച്ചുകുട്ടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് പൊതുവേ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, രാഹു കേതുക്കൾക്ക് പുറത്ത് പ്രബല ഗ്രഹങ്ങൾ ഒന്നും തന്നെ നിൽക്കുന്നില്ല. അതിലുപരിയായി ആരോഗ്യ സംബന്ധമായിട്ടുള്ള, പ്രത്യേകിച്ചും മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. 1, 2, 3, 4, 5 5-ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹം ശനിയാണ്. 12-ൽ നഷ്ടസ്ഥാനത്ത് സൂര്യനോടൊത്ത്, ബുധനോടൊത്ത്, നീചനായ ശുക്രനോടൊത്ത് നിൽക്കുന്നു. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും 5-ാം ഭാവാധിപൻ ഒക്കെ 12-ൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുകയും അതിനോടൊത്ത് ശത്രു ഗ്രഹങ്ങളോ അതല്ലെങ്കിൽ നീചനായിട്ടുള്ള ഗ്രഹങ്ങളോ നിന്ന് കഴിഞ്ഞാൽ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ അത്ര ആക്റ്റീവ് ആയിക്കോണം എന്നില്ല. അത് ചിലപ്പോൾ പല രീതിയിലാവാം. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ മനസ്സിലായ കാര്യം തിരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടുന്ന, ചിന്തിക്കുന്നതിന് വേണ്ടുന്ന ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ വാക്കുകളിലൂടെയുള്ള ബുദ്ധിമുട്ടോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ അത്തരം ന്യൂനതകൾ ഒരു പരിധിവരെ 5-ാം ഭാവാധിപൻ എന്ന് പറയുന്ന ഗ്രഹം അതേത് തന്നെയാണെങ്കിലും അതിൻ്റെ അവസ്ഥ കൊണ്ട് ചിന്തിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇവിടെ ഈ ശനി സൂര്യൻ കോമ്പിനേഷൻ, 5-ാം ഭാവാധിപൻ 12-ൽ നിൽക്കുകയും അതിനോടൊത്ത് ശനി സൂര്യ ബന്ധം വരികയും അതിനോടൊത്ത് നീചനായി ശുക്രൻ, കന്നിയിൽ ശുക്രൻ നീചനായി. പൊതുവേ ഈ ഗ്രഹനിലയിൽ 3 ഗ്രഹങ്ങൾ നീചനാണ്. അത് 3ഉം പ്രബലരായിട്ടുള്ള ഗ്രഹങ്ങൾ തന്നെയാണ്. 1 മകരത്തിലെ വ്യാഴം, 2 കർക്കിടകത്തിലെ കുജൻ, 3 കന്നിയിലെ ശുക്രൻ. ശുക്രൻ സൂര്യൻ ശത്രുക്കളാണ്, സൂര്യൻ ശനി ശത്രുക്കളാണ്. അതുപോലെ തന്നെ ശുക്രൻ ഇവിടെ നീചനുമാണ്. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ 3, 6 രോഗസ്ഥാനത്തിൻ്റെ അധിപൻ വ്യാഴം, 4-ൽ നീചനായി രാഹുവിനോടൊത്ത്, അത് നവാംശത്തിലും രാഹുവിൻ്റെ സ്ഥാനം അതേ രാശിയിൽ തന്നെയാണ്, മകരത്തിൽ നിൽക്കുന്നു. 6-ാം ഭാവാധിപൻ 4-ൽ നീചനായി രാഹുവിനോടൊത്ത് നിൽക്കുന്നു. അവിടേക്ക് ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടി വരുന്നു. ഉപരി പ്രസ്തുത രാഹുവിൻ്റെ 7ാം ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം കുജൻ്റെ 7ാമത്തെ ദൃഷ്ടിയും വന്നു. അപ്പോൾ രോഗസ്ഥാനവുമായി നേരത്തെ മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ 6ാം ഭാവവുമായിട്ടോ അല്ലെങ്കിൽ 8ാം ഭാവവുമായിട്ടോ ഏതെങ്കിലും രീതിയിൽ കുജന് ബന്ധം വന്നു കഴിഞ്ഞാൽ അത്തരക്കാർ ഈ അസുഖ സംബന്ധമായിട്ടുള്ള, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇവർക്ക് സ്ഥിരമായിട്ടോ അതല്ല എങ്കിൽ അല്ലാതെയോ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും അവിടെ ഉണ്ട്. ഇവിടെ 6ാം ഭാവാധിപൻ 4-ൽ നിൽക്കുകയും രാഹുവിനോടൊത്ത് നിൽക്കുകയും ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടി വരികയും അവിടേക്ക് നീചനായി നിൽക്കുന്ന കുജൻ്റെ, രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന കുജൻ്റെ 7ാമത്തെ ദൃഷ്ടി വരികയും ചെയ്യുന്നു. അപ്പോൾ അവിടെ കുജൻ, രാഹു, ഗുളികൻ ഈ 3 നെഗറ്റീവ്സിൻ്റെ ബന്ധം വന്നു. 6ാം ഭാവാധിപൻ നീചനുമായി. നവാംശത്തിലും രാഹുവിൻ്റെ സ്ഥാനം അതേ രാശിയിൽ തന്നെയാണ്. അപ്പോൾ അസുഖ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് കൃത്യമായിട്ട് വേണ്ടുന്ന വൈദ്യസഹായം ആദ്യം, അതിനുശേഷം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരം, അല്ലാതെ തിരിച്ചല്ല. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരം ആദ്യം ചെയ്യുകയും വൈദ്യസഹായം 2ാമത് തേടുകയും ചെയ്യുന്നതല്ല അതിൻ്റെ പോംവഴി. ആദ്യം വൈദ്യസഹായം തന്നെ കണിശമായും തേടുക, അതിനുശേഷം അതിനോടൊത്ത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾ കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പേഴ്സൻറ്റേജിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിനെ ആ രീതിയിൽ തന്നെ കാണുക. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കുജൻ ലഗ്നാൽ 10-ൽ നീചനായിട്ട് നിൽക്കുകയും പ്രസ്തുത കുജൻ 4-ലേക്ക് എന്ന് വെച്ചാൽ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി. ലഗ്നാധിപൻ നീചനാണ്, അത് ശത്രുവിനോടൊത്ത് നിൽക്കുകയും ചെയ്യുന്നു. 12-ൽ നിൽക്കുകയും ചെയ്യുന്നു. 12-ലെ ശുക്രൻ പല ആളുകൾക്കും പലവിധ നന്മകൾ കൊടുത്ത് കാണാറുണ്ട്. പക്ഷേ ഇത് നീചനായി നിൽക്കുകയും അതിനോടൊത്ത് ശത്രുക്കൾ വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടേക്ക് രാഹുവിൻ്റെ ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം, കുജൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള
9ാമത്തെ ദൃഷ്ടിയും വന്നു. അപ്പോൾ മനസ്സ് എന്ന് പറയുന്ന അതിൻ്റെ പ്രവർത്തന രീതികൾക്ക് കാര്യമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ രീതിയിൽ കോട്ടം സംഭവിക്കാനുള്ള, നേരത്തെ പറഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ പ്രവൃത്തിയിലോ ഒക്കെ അത് കാണാൻ സാധിക്കത്തക്ക രീതിയിൽ, നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ കാണാൻ സാധിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുള്ള ശേഷി ഇത്തരം ഗ്രഹനിലകളിൽ സാധാരണ കാണാറുണ്ട്. അത് രോഗസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം വ്യാഴമാവുകയും അത് രാഹുവിനോടൊത്ത് ഗുരു ചണ്ടാള യോഗം ചെയ്ത് നിൽക്കുകയും അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരികയും ആ രാശിയുടെ അധിപനായിട്ടുള്ള ഗ്രഹം 12ൽ നിൽക്കുകയും 5ാം ഭാവാധിപത്യം പ്രസ്തുത ഗ്രഹം വഹിക്കുകയും അവിടേക്ക് നീചനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ സാന്നിധ്യം വരികയും അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരികയും ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ മിക്സ്ഡാണ്. അപ്പോൾ അതിനനുസരിച്ച് മനസ്സെപ്പോഴും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആവുക, അതല്ല എങ്കിൽ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാൻ ഒരു വിമുഖത, അതല്ല എങ്കിൽ ചിന്തകൾ കറക്റ്റായിട്ട് ക്രോഡീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ, പഠനത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവ് സംഭവിക്കുന്ന അവസ്ഥ, ഇതെല്ലാം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ്. അതിന് കൃത്യമായിട്ട് വൈദ്യസഹായം തേടുക, അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങളും കൃത്യമായിട്ട് തേടുക. ഇത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പൊതുവെ വ്യാഴം ഇവിടെ വളരെ വീക്കാണ്, നീചനായി നിൽക്കുന്നു. എന്നാൽ തന്നെയും അത് നല്ല രീതിയിൽ വർക്കാവുന്ന വ്യാഴം ഉണ്ട്. പക്ഷേ ഇത് രാഹുവിനോടൊത്ത് നിൽക്കുകയും ഗുളികൻ്റെ ദൃഷ്ടി വരികയും ഉപരി കുജൻ്റെ ദൃഷ്ടി വരികയും കുജൻ നീചനായിട്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വ്യാഴം വളരെ വീക്കാവും. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് പരിഹാരങ്ങൾ കൃത്യമായി ചെയ്തു പോയി കഴിഞ്ഞാൽ വ്യാഴത്തെ ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഒന്ന് പരിപോഷിപ്പിച്ച് ഗുണപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഭാഗ്യകാരക ഗ്രഹമാണ് ഏതൊരാളുടെ ഗ്രഹനിലയിലും വ്യാഴമെന്ന് പറയുന്നത്. ഒരു ഗ്രഹനിലയിൽ പോലും നെഗറ്റീവായിട്ടുള്ളൊരവസ്ഥയുണ്ട് എങ്കിൽ വ്യാഴത്തിൻ്റെ പൊസിഷൻ നിൽക്കുന്ന രാശി വച്ചും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ 5, 7, 9 ദൃഷ്ടികൾ കൊണ്ടും അത് പരിഹരിച്ചു പോകുന്ന ധാരാളം ഗ്രഹനിലകളുണ്ട്. ഒരുപാട് വീഡിയോസ് ഇതേ ചാനലിൽ തന്നെ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ വ്യാഴം വളരെ വീക്കായിട്ടാണ് നിൽക്കുന്നത്. പൊതുവേ വ്യാഴം ഒറ്റയ്ക്ക് നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ഗ്രഹമാണ്. രാഹു, കേതു, അതല്ല എങ്കിൽ ഗുളികൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ നീചനായിട്ടുള്ള മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദൃഷ്ടി പോലുള്ള അവസ്ഥകളൊന്നും വരാതെ നിന്ന് കഴിഞ്ഞാൽ വ്യാഴം അതിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ അത് ജോലി ചെയ്യും. അതിനനുസരിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പോസിറ്റീവാക്കി മാറ്റുകയും ചെയ്യും. അതിനർത്ഥം ആദ്യമേ നെഗറ്റീവ്സ് മാറ്റി പോസിറ്റീവ് ആക്കും എന്നല്ല. നെഗറ്റീവ് സംഭവിച്ചാൽ തന്നെ അതിന് വേണ്ടുന്ന പരിഹാരം കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആക്കാനുള്ള വഴി വ്യാഴം ഭാഗ്യകാരക ഗ്രഹം ആയതുകൊണ്ടും ശക്തനായതുകൊണ്ടും സാത്വിക ഗ്രഹമായതുകൊണ്ടും കണ്ടെത്തും എന്നാണ് അതിനർത്ഥം. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ മകമാണ് നക്ഷത്രം. കേതു ദശയിൽ ജനിച്ചു. 2015 വരെ കേതു. അതിനുശേഷം ഇപ്പോഴത്തെ നടപ്പ് ദശ 2035 വരെ ശുക്രൻ. അതിനുശേഷം സൂര്യൻ 2041 വരെ. അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ 2051 വരെ. അതിനുശേഷം കുജൻ അഥവാ ചൊവ്വ 2058 വരെ 7 കൊല്ലക്കാലം. അതിനുശേഷം രാഹു, ഗുരു, ശനി എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ശുക്രദശയിൽ ഗുരുവിൻ്റെ വ്യാഴത്തിൻ്റെ അപഹാരമാണ് 2025 ഏപ്രിൽ 22 തൊട്ട് 2027 ഡിസംബർ 22 തീയതി വരെ. അപ്പോൾ പൊതുവേ നീചനായി 12ൽ ശത്രുവിനോടൊത്ത് രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലം, അവിടേക്ക് നീചനായി രാഹുവിനോടൊത്ത് ഗുളികൻ്റെയും കുജൻ്റെയും ഒക്കെ ദൃഷ്ടിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അപഹാരകാലവുമാണ്. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലം തന്നെയാണ്. കൃത്യമായിട്ട് വേണ്ടുന്ന വൈദ്യസഹായം വേണ്ടുന്ന സമയങ്ങളിൽ കൃത്യമായിട്ട് വൈദ്യസഹായം എടുക്കുകയും അതിനോടൊത്ത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ തേടി പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ മാറ്റങ്ങളുണ്ടാകും. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.